ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സ്മാർട്ട് സ്റ്റഡി. അപ്പോൾ ഇന്ന് നമ്മൾ 5ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ബേസിക് സയൻസിലെ 4ാമത്തെ പാഠമായ സീഡ്സ് ഓഫ് ലൈഫ് എന്ന ചാപ്റ്ററാണ് നോക്കാൻ പോകുന്നത്. ഈ ചാപ്റ്ററിലെ എല്ലാവിധ ആക്ടിവിറ്റീസും നമ്മൾ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ചാപ്റ്റർ 4 സീഡ്സ് ഓഫ് ലൈഫ്. നമുക്കവിടെ ആദ്യം ഒരു ഹിസ്റ്ററി പോലെ തന്നിട്ടുണ്ട്. അത് നമുക്കൊന്ന് വായിച്ചു നോക്കാം. വൺ ഡേ എ വൈസ് കിങ് ഫെൽറ്റ് ദാറ്റ് ഹീ ഷുഡ് ടെസ്റ്റ് ദ ഹോണസ്റ്റി ഓഫ് ദ ചിൽഡ്രൻ ഓഫ് ദ കൺട്രി. ഒരു ദിവസം ഒരു വൈസ്, അതായത് ഒരു ബുദ്ധിമാനായ രാജാവ് ആ രാജ്യത്തിലെ കുട്ടികളുടെ വിശ്വസ്തത ടെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ദ കിങ് കോൾഡ് ഓൾ ദ ചിൽഡ്രൻ ടു ദ പാലസ്. ആ രാജാവ് എല്ലാ കുട്ടികളെയും പാലസിലേക്ക് ക്ഷണിച്ചു. Everyone was given seeds. എല്ലാവർക്കും സീഡ്സ് നൽകി. It was announced that valuable gifts will be given to those who bring these seeds after germinating it into a plant after 3 months. 3 മാസം കഴിഞ്ഞിട്ട് ആരാണോ ആ സീഡ്സ് ജെർമിനേറ്റിംഗ് ചെയ്തിട്ട് ഒരു പ്ലാന്റ് ആക്കുന്നത് അവർക്കൊരു വാല്യുബിൾ ഗിഫ്റ്റ് നൽകുമെന്ന് രാജാവ് പറഞ്ഞു. പിങ്ക്, എ ഫാമർ ബോയ്, വാസ് ഓൾസോ പ്രസൻറ്റ് ഇൻ ദ ഗ്രൂപ്പ് ഓഫ് ചിൽഡ്രൻ. പിങ്ക് എന്ന് പറയുന്ന ഒരു ഫാമർ ബോയും ആ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നു. ഹി ബറീഡ് ദ സീഡ്സ് ഇൻ ദ സോയിൽ ഓഫ് ദ പോട്ട് ആൻഡ് വാട്ടേർഡ് ദം. അവന് മണ്ണെടുത്തിട്ട് ഒരു പോട്ടിലാക്കിയിട്ട് അതിൽ സീഡ് നട്ടിട്ട് അതിന് വെള്ളം ഒഴിച്ചു കൊടുത്തു. ബട്ട് ദ സീഡ്സ് ഡിഡ് നോട്ട് ജെർമിനേറ്റ്. പക്ഷേ ആ സീഡ് എന്തായില്ല, ജെർമിനേറ്റ് ചെയ്തില്ല, വളർന്നില്ല. ആഫ്റ്റർ 3 months ഓൾ ദ ചിൽഡ്രൻ കെയിം ടു ദ പാലസ് വിത്ത് ഫ്ലവേർഡ് പ്ലാന്റ്സ്. അപ്പോൾ എന്തായി, 3 മാസങ്ങൾക്ക് ശേഷം എല്ലാ ചിൽഡ്രൻസും അവരുടെ പ്ലാന്റും കൊണ്ടുവന്നു. അതിലൊക്കെ ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു ആ പ്ലാന്റ്സിലൊക്കെ. ദേ ഓൾ മെയ്ഡ് ഫൺ ഓഫ് പിങ്ക് ഹൂ കെയിം ടു ദ പാലസ് വിത്ത് ആൻ എംപ്റ്റി പോട്ട്. അവരെല്ലാവരും എന്തായി, പിങ്കിനെ, എംപ്റ്റി പോട്ടും കൊണ്ടുവന്ന പിങ്കിനെ കളിയാക്കി ചിരിച്ചു. ദ കിങ് എക്സാമിനേറ്റഡ് ഈച്ച് വൺസ് പ്ലാന്റ്സ്. കിങ് എല്ലാവരുടെയും പ്ലാന്റിനെ എക്സാമിൻ ചെയ്തു. When he reached Pink, the king was happy. അപ്പോൾ പിങ്കിൻ്റെ അടുത്ത് എത്തിയപ്പോൾ ആ കിങ് ഹാപ്പി ആയി. The king said, "This is the winner. Only seeds with life will germinate. The seeds I gave you were lifeless." അപ്പോൾ കിങ് പറഞ്ഞു, കിങ്ങിന് വളരെയധികം ഹാപ്പി ആയി. അതേപോലെ കിങ് പറഞ്ഞു, അവനാണ് വിന്നർ. കാരണം ഞാൻ നിങ്ങൾക്ക് തന്ന സീഡ്സ് ഒന്നും ലൈഫ് ഇല്ലാത്ത സീഡ്സ് ആയിരുന്നു, അതായത് ജീവനില്ലാത്ത സീഡ്സ് ആയിരുന്നു. ജീവനുള്ള സീഡ്സ് മാത്രമേ മുളക്കുകയുള്ളൂ, പക്ഷെ നിങ്ങൾക്ക് തന്നത് ജീവനില്ലാത്ത സീഡ്സ് ആയിരുന്നു. അപ്പോൾ വിന്നർ ആരാണ്? പിങ്ക് എന്ന് പറയുന്ന ഫാർമറാണ്. അപ്പോൾ ഇതാണ് ഈ ഒരു സ്റ്റോറി. ഇനി നമുക്ക് നോക്കാം. Have you read the story of Pink? Only living seeds germinate, right? Isn't it the life within tiny seeds that grows into even huge trees? നമ്മളോട് പിങ്കിൻ്റെ സ്റ്റോറി വായിച്ചു എന്ന് ചോദിക്കുന്നുണ്ട്. അതേപോലെ നമുക്ക് ജീവനുള്ള സീഡ്സിനെ മാത്രമേ ജെർമിനേറ്റ് ചെയ്യാൻ പറ്റൂ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ജീവനുള്ള ചെറിയ സീഡ്സ് ആണ് അത് ഗ്രോ ചെയ്തിട്ട് ഹ്യൂജ് ട്രീസ് ആയിട്ട് മാറുന്നത്. കളക്ട് എ വെറൈറ്റി ഓഫ് സീഡ്സ്, ഡിസ്പ്ലേ ദ സീഡ്സ് ഇൻ യുവർ ക്ലാസ് ആൻഡ് റൈറ്റ് അബൌട്ട് ദെയർ ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ നമ്മളോട് ഡിഫറെൻറ്റ് വെറൈറ്റി ആയിട്ടുള്ള സീഡ്സ് കളക്ട് ചെയ്യാനും അത് നമ്മൾ ക്ലാസ്സിൽ കാണിച്ചിട്ട് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എഴുതാനുമാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാണ് നമ്മൾ സീഡ്സിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത്? നെയിം ഓഫ് ദ പ്ലാന്റ്, പ്ലാന്റിൻ്റെ നെയിം എന്താണ് നമ്മൾ എഴുതണം. അതേപോലെ കളർ എഴുതണം, സൈസ് എഴുതണം, ഷേപ്പ് എഴുതണം. അതർ ഫീച്ചേഴ്സ്, വേറെ എന്തെങ്കിലും സീഡ്സിന് ഫീച്ചേഴ്സ് ഉണ്ടെങ്കിൽ അതും എഴുതണം. ഈവൻ ദോ ദ സീഡ്സ് ഹാവ് ലൈഫ്, വിൽ ഓൾ ദ സീഡ്സ് ബറീഡ് ഇൻ ദ സോയിൽ ജെർമിനേറ്റ്. പക്ഷേ ചിലപ്പോൾ ജീവനുള്ള സീഡ്സ് ആണെങ്കിൽ കൂടെ എല്ലാ സീഡ്സും നമ്മുടെ സോയിലിൽ ജെർമിനേറ്റ് ചെയ്യുമോ? ഇല്ല അല്ലേ. ചില സീഡ്സ് മാത്രമാണ് ജെർമിനേറ്റ് ചെയ്യുക. അത് നമ്മൾ റിക്വയർമെൻറ്റ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുത്താൽ മാത്രമേ നമ്മുടെ സീഡ്സൊക്കെ നല്ല പോലെ ഗ്രോ ചെയ്യുകയുള്ളൂ. വൈ ഡിഡിൻറ്റ് ഓൾ ദ സീഡ്സ് ജെർമിനേറ്റ്? എന്തുകൊണ്ടാണ് എല്ലാ സീഡ്സും ജെർമിനേറ്റ് ചെയ്യാത്തത്? അപ്പോൾ ആ ഒരു വർക്ക്, മേലെ പറഞ്ഞ ആ ഒരു വർക്ക് കൂട്ടുകാർ ചെയ്യേണ്ടതാണ്. കുറച്ച് സീഡ്സിൻ്റെ വെറൈറ്റീസ് ഓഫ് സീഡ്സ് കളക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തൊക്കെ സീഡ്സ് കളക്ട് ചെയ്യാൻ പറ്റും? പീ പ്ലാന്റിൻ്റെ സീഡ് കളക്ട് ചെയ്യാം, അതേപോലെ ലേഡീസ് ഫിംഗർ പ്ലാന്റിൻ്റെ സീഡ് കളക്ട് ചെയ്യാം, അതുപോലെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ടൊമാറ്റോ സീഡ് കളക്ട് ചെയ്യാം, അതേപോലെ നമ്മുടെ ചില്ലിയുടെ സീഡ്സ് കളക്ട് ചെയ്യാം. അതൊക്കെ നമുക്ക് സുലഭമായി കിട്ടുന്ന സീഡ്സ് ആണ്. അപ്പോൾ അതൊക്കെ കളക്ട് ചെയ്തിട്ട് കൂട്ടുകാർ എന്തൊക്കെ മാറ്റങ്ങളാണ് ഓരോ സീഡ്സിലും ഉള്ളത് എന്ന് നോക്കിയിട്ട് അതിലൊന്ന് എഴുതി നോക്കുക. അപ്പോൾ നമുക്ക് ഇതെന്താണെന്ന് നോക്കാം. അപ്പോൾ എന്തായിരുന്നു ക്വസ്റ്റ്യൻ? എന്തുകൊണ്ടാണ് എല്ലാ സീഡ്സും ജെർമിനേറ്റ് ചെയ്യാത്തത്? അപ്പോൾ എന്തുകൊണ്ടാണ് എല്ലാ സീഡ്സും ജെർമിനേറ്റ് ചെയ്യാത്തത് എന്ന് നമുക്ക് ഇനി നോക്കാം. ലെറ്റ് us germinate seeds. നമുക്ക് സീഡ്സ് ജെർമിനേറ്റ് ചെയ്ത് നോക്കാം. വാട്ട് ഫാക്ടേഴ്സ് ആർ റിക്വയർഡ് ഫോർ ജെർമിനേഷൻ ഓഫ് ദ സീഡ്? എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ഒരു സീഡിൻ്റെ ജെർമിനേഷന് ആവശ്യമുള്ളത്? റൈറ്റ് ഡൗൺ യുവർ ഗസ്. നമ്മളോട് ഗസ് ചെയ്തിട്ടൊന്ന് എഴുതി നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അവിടെ ഒരെണ്ണം തന്നിട്ടുണ്ട്. എന്താണ് തന്നിട്ടുള്ളത്? വാട്ടർ ആണ് നമുക്കവിടെ തന്നിട്ടുള്ളത്, വെള്ളം.
പിന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത്? എയർ, ഫേവറബിൾ ടെമ്പറേച്ചർ, വായു, അതേപോലെ നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള ടെമ്പറേച്ചറാണ് ആവശ്യമുള്ളത്. അടുത്തത് ഹൗ ഡു യു ഫൈൻഡ് ഔട്ട് ഇഫ് യുവർ ഗസ് ഈസ് കറക്റ്റ്? നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ഗസ് കറക്റ്റ് ആണെന്ന് മനസ്സിലാക്കുന്നത്? ലെറ്റസ് ഡു ദ നെസസറി എക്സ്പെരിമെൻറ്റ് ടു ഫൈൻഡ് ഇറ്റ് ഔട്ട്. നമുക്കൊരു എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കിയാലോ അത് ശരിയാണോ എന്ന് നോക്കാൻ. ടേക്ക് സം വെറ്റ് സോയിൽ ഇൻ എ ഗ്ലാസ് ആൻഡ് പുട്ട് സം പീ സീഡ്സ് ഇൻ ഇറ്റ്. നമ്മളോട് ഒരു വെറ്റായിട്ടുള്ള സോയിലായിട്ടൊരു ഗ്ലാസ് എടുക്കാനാണ് പറയുന്നത്. അതിലേക്ക് കുറച്ച് പീ സീഡ്സ്, അതായത് പയറിൻ്റെ കുരുകൾ ഇട്ട് കൊടുക്കാൻ പറയുന്നുണ്ട്. പ്ലേസ് ഇറ്റ് ഇൻ ആൻ ഏരിയ വേർ ഇറ്റ് വിൽ ഗെറ്റ് സൺലൈറ്റ്. അതിന് സൺലൈറ്റ് കിട്ടുന്ന ഒരു സ്ഥലത്ത് അത് വെക്കാൻ പറയുന്നുണ്ട്. വാട്ടർ ഷുഡ് ഓൾസോ ബി ഗിവൻ അറ്റ് ദ റിക്വയർഡ് റേറ്റ് ടു മെയിൻറ്റെയിൻ മോയ്സ്ചർ. അതിലൊരു നനവ് നിൽക്കാൻ വേണ്ടിയിട്ട് അതിനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പറയുന്നുണ്ട്. ഒബ്സർവ് ഇറ്റ് എവറി ഡേ. നമ്മളോട് അത് എല്ലാ ദിവസവും ഒബ്സർവ് ചെയ്ത് നോക്കാൻ പറയുന്നുണ്ട്. വാട്ട് ഓൾ ഫാക്ടേഴ്സ് ഡിഡ് ദ സീഡ്സ് ഗെറ്റ്? എന്തൊക്കെ ഫാക്ടേഴ്സാണ് അപ്പോൾ സീഡ്സിന് ലഭിക്കുന്നത്? നമുക്കവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. സോയിൽ, വാട്ടർ, എയർ, സൺലൈറ്റ്. അപ്പോൾ ഇത്രയൊക്കെ ഫാക്ടേഴ്സാണ് ഒരു സീഡ് ജെർമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടത്. ആർ ഓൾ ദീസ് ഫാക്ടേഴ്സ് നെസസറി ഫോർ ജെർമിനേഷൻ ഓഫ് ദ സീഡ്? ഹൗ ടു ഫൈൻഡ് ഇറ്റ് ഔട്ട്? അപ്പോൾ ഈ എല്ലാ ഫാക്ടേഴ്സും ഒരു സീഡിൻ്റെ ജെർമിനേഷന് ആവശ്യമുള്ള ഘടകമാണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്കത് 1 by 1 ആയിട്ട് ചെക്ക് ചെയ്യാം. ലെറ്റ്സ് ചെക്ക് 1 by 1. ഈ സോയിൽ നെസസറി ഫോർ ദ സീഡ് ടു ജെർമിനേറ്റ്? സോയിൽ നമ്മുടെ സീഡ് ജെർമിനേറ്റ് ചെയ്യാൻ ആവശ്യമുള്ളതാണോ എന്നാണ് ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഹൗ ഡു യു ഫൈൻഡ് ഔട്ട് ദാറ്റ് സോയിൽ ഈസ് നെസസറി ഫോർ ദ സീഡ്സ് ടു ജെർമിനേറ്റ്? എങ്ങനെയാണ് നമ്മൾ സോയിൽ നമ്മുടെ സീഡ് ജെർമിനേഷൻ നെസസറി ആണെന്ന് നോക്കുക? Can't we do it by examining if seeds placed without soil will germinate? നമുക്കതൊന്ന് എക്സാമിൻ ചെയ്ത് നോക്കാൻ കഴിയുമോ? സോയിൽ ഇല്ലാതെ ജെർമിനേഷൻ ചെയ്യുന്നത് നമുക്കൊന്ന് എക്സാമിൻ ചെയ്ത് നോക്കാമോ എന്നാണ് ചോദിക്കുന്നത്. Put a wet cotton ball in a glass and place the seeds on it. നമ്മളോട് ഒരു വെറ്റ് കോട്ടൺ ബോൾ ഉണ്ടാക്കിയിട്ട് അതൊരു ഗ്ലാസ്സിൽ വെച്ചിട്ട് അതിലേക്ക് സീഡ്സ് പ്ലേസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. വാട്ട് ഫാക്ടേഴ്സ് ഡു ദ സീഡ്സ് ഗെയിൻ? എന്തൊക്കെ ഫാക്ടേഴ്സാണ് ആ സീഡ്സിന് ലഭിക്കുക? വാട്ട് ഫാക്ടേഴ്സ് ഡു ദ സീഡ്സ് ലോസ്? എന്തൊക്കെ ഫാക്ടേഴ്സാണ് ആ സീഡിന് ലോസ് ചെയ്യുക, അതിന് നഷ്ടമാവുക എന്നാണ് നമ്മളോട് ഒബ്സർവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ എക്സ്പെരിമെൻ്റ് ഒന്ന് ചെയ്ത് നോക്കിയാലോ? ഒന്ന് എഴുതി നോക്കാം അല്ലേ? സോയിൽ നെസസറി ആണോ സീഡ് ജെർമിനേഷന് എന്ന എക്സ്പെരിമെൻറ്റ് നോക്കാം. എയിം എന്താണ്? ടു ഫൈൻഡ് ഔട്ട് വെദർ സോയിൽ ഈസ് നെസസറി ഫോർ ദ സീഡ് ടു ജെർമിനേറ്റ്. സീഡ് ജെർമിനേഷന് സോയിൽ നെസസറി ആയിട്ടുള്ള ഘടകമാണോ എന്ന് നോക്കലാണ് നമ്മളെ എയിം. മെറ്റീരിയൽസ് എന്തൊക്കെയാണ് വേണ്ടത്? ഗ്ലാസ്, പീ സീഡ്സ്, പിന്നെ കോട്ടൺ, വാട്ടർ. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് മെറ്റീരിയൽസ് ആയിട്ട് വേണ്ടത്. പ്രൊസീജിയർ എന്താണ്? ടേക്ക് എ വെറ്റ് കോട്ടൺ ബോൾ ഇൻ എ ഗ്ലാസ് ആൻഡ് പ്ലേസ് ദ സീഡ്സ് ഓൺ ഇറ്റ്. അപ്പോൾ നമ്മളോട് ഒരു വെറ്റായിട്ടുള്ള ഒരു കോട്ടൺ ബോൾ ഒരു ഗ്ലാസ്സിൽ ഇട്ട് വെക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിലേക്ക് സീഡ് ഇടാനും പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് കീപ് ദ ഗ്ലാസ് ഓപ്പൺ ഇൻ സൺലൈറ്റ്. അപ്പോൾ ഗ്ലാസ് നമ്മളോട് സൺലൈറ്റിൻ്റെ അടുത്ത് വെക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്ത ഒബ്സർവേഷൻസ് എന്താണ്? ദ നെക്സ്റ്റ് ഡേ ദ സീഡ് സ്പ്രൗട്ട്. അപ്പോൾ അടുത്ത ദിവസം സീഡ് മുളച്ചു തുടങ്ങും. അപ്പോൾ അതിന് താഴെ അപ്പോൾ നമുക്ക് മനസ്സിലായി എന്തൊക്കെ സാധനങ്ങളാണ് സീഡ്സിന് വേണ്ടത്, സീഡ്സിന് വേണ്ടാത്തത് എന്നുള്ളത്. അപ്പോൾ ദ ഫാക്ടർ that the seeds gets, എന്തൊക്കെ സാധനങ്ങളാണ് സീഡ്സിന് വേണ്ടത്? വാട്ടർ വേണം, എയർ വേണം, സൺലൈറ്റ് വേണം. ദ ഫാക്ടേഴ്സ് ദാറ്റ് ദ സീഡ് ഡസൻറ്റ് ഗെറ്റ്. അപ്പോൾ എന്തൊക്കെ സാധനങ്ങളാണ് സീഡ്സിന് കിട്ടാതെ ഇരുന്നത്? എന്താണ് നമുക്കറിയാം അല്ലേ? സോയിലാണ് കിട്ടാതെ ഇരുന്നത്. അപ്പോൾ ഈ ബോക്സ് നമുക്ക് നമ്മുടെ ടെക്സ്റ്റിൽ തന്നിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെ മനസ്സിലായത്? കൺക്ലൂഷൻ എന്താണ് ഇതിൻ്റെ? The soil is not necessary for seed germination. അപ്പോൾ സീഡ് ജെർമിനേറ്റ് ചെയ്യാൻ നമുക്ക് സോയിലിൻ്റെ ആവശ്യമില്ല എന്നാണ് നമുക്ക് ഈ എക്സ്പെരിമെൻറ്റിൽ നിന്ന് മനസ്സിലായത്. അതാണ് അതിൻ്റെ കൺക്ലൂഷൻ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എക്സ്പെരിമെൻറ്റ് എഴുതേണ്ടത്. നമുക്ക് അടുത്തത് നോക്കാം. അടുത്തത് ഈസ് വാട്ടർ നെസസറി ഫോർ ദ സീഡ് ടു ജെർമിനേറ്റ്. അപ്പോൾ സീഡ് ജെർമിനേഷന് വാട്ടർ നെസസറി ആണോ എന്നാണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. ഹൗ ഡു യു ഫൈൻഡ് ഔട്ട് ഇഫ് വാട്ടർ ഈസ് നെസസറി ഫോർ ദ സീഡ് ടു ജെർമിനേറ്റ്? അപ്പോൾ സീഡ് ജെർമിനേറ്റ് ചെയ്യാനായിട്ട് വാട്ടർ വേണം എന്നത് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നാണ് ചോദിക്കുന്നത്. വിച്ച് ഫാക്ടർ ഷുഡ് ബി കെപ്റ്റ് ഔട്ട് ഓഫ് ദ എക്സ്പെരിമെൻറ്റിംഗ് ഐറ്റംസ്? എന്തൊക്കെ ഫാക്ടേഴ്സാണ് നമുക്ക് എക്സ്പെരിമെൻറ്റിംഗ് ഐറ്റംസ് ആയിട്ട് വേണ്ടത് എന്നാണ് ചോദിക്കുന്നത്. പ്ലെയിൻ ദ എക്സ്പെരിമെൻറ്റ്. നമ്മളോട് ആ എക്സ്പെരിമെൻ്റ് ഒന്ന് പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കതൊന്ന് നോക്കാം. അപ്പോൾ നമുക്ക് സൈഡിലൊരു പിക്ചർ കൊടുത്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ ആ ഒരു ഗ്ലാസ്സിൽ സീഡ്സ് ഇട്ട് വെച്ചിട്ടുണ്ട് സോയിലിൽ. അപ്പോൾ നമുക്കതിന് വെള്ളം ഒഴിക്കാതിരുന്നാൽ എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് എക്സ്പെരിമെൻറ്റിലൂടെ നോക്കാം. ആദ്യം എയിം എന്താണ്? ടു ഫൈൻഡ് ഔട്ട് വെദർ വാട്ടർ ഈസ് നെസസറി ഫോർ ദ സീഡ് ടു ജെർമിനേഷൻ. അപ്പോൾ സീഡ് ജെർമിനേഷന് വാട്ടർ നെസസറി ആണോ എന്ന് കണ്ടുപിടിക്കാനാണ് നമ്മൾ ഈ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നത്. അതാണ് നമ്മൾ എയിം ആയിട്ട് എഴുതേണ്ടത്. മെറ്റീരിയൽസ് റിക്വയർഡ്. എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് നമുക്ക് ആവശ്യം? ഗ്ലാസ് വേണം, ഡ്രൈ സോയിൽ വേണം, പീ സീഡ്സ് വേണം. പിന്നെ പ്രൊസീജിയർ എന്താണ്?
ഫിൽ എ ഗ്ലാസ് വിത്ത് കംപ്ലീറ്റ്ലി ഡ്രൈ സോയിൽ. കംപ്ലീറ്റ്ലി ഡ്രൈ സോയിൽ നമ്മളോടൊരു ഗ്ലാസ്സിലേക്ക് ഫിൽ ചെയ്യാൻ പറയുന്നുണ്ട്. പുട്ട് 4 or 5 pea seeds in it. 4 or 5 സീഡ്സ്, പീ സീഡ്സ് നമ്മളോട് അതിലിടാൻ പറയുന്നുണ്ട്. ദ സീഡ്സ് ഷുഡ് ഗെറ്റ് നോർമൽ എയർ. സീഡ്സിന് നോർമൽ എയർ ലഭിക്കണം, ലൈറ്റ് ലഭിക്കണം, അതേപോലെ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചറും ലഭിക്കണം. അതിൻ്റെ ഒബ്സർവേഷൻ എന്താണ്? ദ സീഡ് ഡസ് നോട്ട് സ്പ്രൗട്ട്. സീഡ് സ്പ്രൗട്ട് ആവില്ല, അത് മുളയ്ക്കില്ല അല്ലേ. അടുത്തത് ദ ഫാക്ടേഴ്സ് ദാറ്റ് ദ സീഡ്സ് ഗെറ്റ്. എന്തൊക്കെ ഫാക്ടേഴ്സാണ് സീഡിന് ലഭിച്ചത്? സോയിൽ, എയർ ആൻഡ് സൺലൈറ്റ്. അപ്പോൾ അത്രയൊക്കെ ഫാക്ടേഴ്സാണ് സീഡ്സിന് ലഭിച്ചത്. സീഡ്സിന് കിട്ടാത്ത ഫാക്ടർ എന്താണ്? വാട്ടർ ആണല്ലേ. അടുത്തത് കൺക്ലൂഷനായിട്ട് നമ്മൾ എന്താണ് എഴുതുക? വാട്ടർ ഈസ് നെസസറി ഫോർ സീഡ് ജെർമിനേഷൻ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായി വാട്ടർ സീഡ് ജെർമിനേഷന് ആവശ്യമാണ് എന്ന് മനസ്സിലായി അല്ലേ. അപ്പോൾ അതാണ് കൺക്ലൂഷൻ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എക്സ്പെരിമെൻറ്റ് വാട്ടറിൻ്റെ എഴുതേണ്ടത്. അടുത്തത് ഈ സൺലൈറ്റ് നെസസറി ഫോർ ദ സീഡ് ടു ജെർമിനേറ്റ്. സീഡ് ജെർമിനേഷന് സൺലൈറ്റ് നെസസറി ഉള്ളതാണോ എന്നാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത്. ഹൗ ഡു യു ഫൈൻഡ് ഔട്ട് ഇഫ് സൺലൈറ്റ് ഈസ് നെസസറി ഫോർ ദ സീഡ് ടു ജെർമിനേറ്റ്? സീഡ് ജെർമിനേഷന് സൺലൈറ്റ് നെസസറി ആണ് എന്ന് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നാണ് ചോദിക്കുന്നത്. വാട്ട് ഫാക്ടർ ഷുഡ് ബി ലെഫ്റ്റ് അവോയ്ഡഡ് ഹിയർ? എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് നമ്മൾ ഒഴിവാക്കേണ്ടത് ഇവിടെ എന്നാണ് ചോദിക്കുന്നത്. വാട്ട് ചേഞ്ചസ് ഷുഡ് ബി മെയ്ഡ് ടു ദ എക്സ്പെരിമെൻറ്റ് ടു മേക്ക് ദീസ് ഫാക്ടർ ലെഫ്റ്റ് ഔട്ട്? അപ്പോൾ ആ ഫാക്ടർ ലെഫ്റ്റ് ഔട്ട് ആവാൻ നമ്മൾ ഈ ഒരു എക്സ്പെരിമെൻറ്റിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് കൊണ്ടുവരേണ്ടത് എന്നാണ് ചോദിക്കുന്നത്. അവിടെ നമുക്ക് ഒരെണ്ണം തന്നിട്ടുണ്ട്. സ്റ്റീൽ ഗ്ലാസ് ഇൻസ്റ്റെഡ് ഓഫ് ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ്. ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ്സിന് പകരം നമ്മൾ സ്റ്റീൽ ഗ്ലാസ് ആണ് ഈ ഒരു എക്സ്പെരിമെൻറ്റിൽ യൂസ് ആക്കേണ്ടത്. അപ്പോൾ ഇനി എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ എക്സ്പെരിമെൻറ്റ് നമുക്കൊന്ന് എഴുതി നോക്കിയാലോ? അപ്പോൾ നമുക്ക് നോക്കാം എയിം എന്താണ് നമ്മൾ ഈ എക്സ്പെരിമെൻറ്റിൻ്റെ. ടു ഫൈൻഡ് ഔട്ട് വെദർ സൺലൈറ്റ് ഈസ് നെസസറി ഫോർ ദ സീഡ് ടു ജെർമിനേഷൻ. സീഡ് ജെർമിനേഷനിൽ സൺലൈറ്റ് ഒരു നെസസറി ആയിട്ടുള്ള ഘടകമാണോ എന്ന് നമ്മൾ നോക്കാനാണ് നമ്മൾ ഈ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നത്. അതാണ് നമ്മളുടെ എയിം. ഇതിന് എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് വേണ്ടത് എന്ന് നോക്കാം. സ്റ്റീൽ ഗ്ലാസ് വേണം, സോയിൽ, വാട്ടർ, പീ സീഡ്, ബ്ലാക്ക് ബോർഡ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിന് വേണ്ടത്. അടുത്തത് പ്രൊസീജിയർ. പുട്ട് സം സോയിൽ ഇൻ എ സ്റ്റീൽ ഗ്ലാസ്. കുറച്ച് സോയിൽ നമ്മൾ സ്റ്റീൽ ഗ്ലാസ്സിൽ ഇടുക. എന്നിട്ട് ആഫ്റ്റർ പുട്ടിങ് സം പീ സീഡ് സ്പോർ സം വാട്ടർ. എന്നിട്ട് നമ്മൾ പീ സീഡ് അതിലേക്ക് ഇട്ടതിന് ശേഷം കുറച്ച് വെള്ളം തെളിച്ചു കൊടുക്കുക. കവർ ദ ഗ്ലാസ് വിത്ത് ബ്ലാക്ക് കാർഡ്ബോർഡ്. ആ ഗ്ലാസ് കാർഡ്ബോർഡ് യൂസ് ചെയ്തിട്ട്, ബ്ലാക്ക് കാർഡ്ബോർഡ് യൂസ് ചെയ്തിട്ട് അത് കവർ ചെയ്യാൻ പറയുന്നുണ്ട്. ഇൻ സച്ച് എ വേ ദാറ്റ് സൺലൈറ്റ് നെവർ എൻറ്റേഴ്സ് ഇറ്റ്. സൺലൈറ്റ് അതിലേക്ക് തീരെ കടക്കാത്ത വിധം വേണം നമ്മൾ കവർ ചെയ്യാനായിട്ട്. ഒബ്സർവേഷൻ എന്താണ്? ദ സീഡ്സ് സ്പ്രൗട്ട്. സീഡ്സ് മുളച്ചു. അതാണ് നമ്മൾ ഒബ്സർവേഷൻ. അടുത്തത് നമ്മൾ സീഡിന് ആവശ്യമുള്ളത് എന്തൊക്കെയായിരുന്നു? ആവശ്യമുള്ള ഫാക്ടേഴ്സ് വാട്ടർ, എയർ ആൻഡ് സോയിൽ. ആവശ്യമില്ലാത്തത് എന്താണ്? സൺലൈറ്റ് ആണല്ലേ. അടുത്തത് നമ്മൾ കൺക്ലൂഷനായിട്ട് എന്താണ് എഴുതേണ്ടത്? സൺലൈറ്റ് ഈസ് നോട്ട് നെസസറി ഫോർ സീഡ് ജെർമിനേഷൻ. അപ്പോൾ സൺലൈറ്റിൻ്റെ ആവശ്യം നമുക്ക് സീഡ് ജെർമിനേഷനിലില്ല. അപ്പോൾ അത് നെസസറി ആയിട്ടുള്ള ഒരു ഫാക്ടർ അല്ല. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളോട് സീഡ് ജെർമിനേഷന് സൺലൈറ്റ് നെസസറി ആണോ എന്ന് ചോദിച്ചാലുള്ള എക്സ്പെരിമെൻറ്റ്. ഇങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ ഈ 3 എക്സ്പെരിമെൻറ്റ്സ് കൂട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ഈ പാഠത്തിൻ്റെ ഇത്രയൊക്കെ ഭാഗങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അടുത്ത ഭാഗങ്ങളെല്ലാം നമ്മൾ പാർട്ട് 2 ആയിട്ടൊക്കെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ് നമ്മളുടെ ചാനലിൽ തന്നെ. അപ്പോൾ എല്ലാ കൂട്ടുകാരും അത് പോയി കാണണം. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞു തന്ന എല്ലാ ഭാഗങ്ങളും കൂട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.